കാരത്തിക്കുടിക്കൂടി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിധിയാണെങ്കിൽ പുറത്ത് പോയിട്ട് വന്നിട്ട് എല്ലാവരുമായിട്ട് ഇരുന്നപ്പോഴത്തേക്കും പറയുന്നുണ്ട്, ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് എന്നെ വിഷമിപ്പിക്കുന്നത് എനിക്ക് അത് സഹിക്കാനാവുന്നില്ല, അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം സുധീഷിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു കേട്ട് സുഭാഷ് പറയുന്നുണ്ട്, എന്തായാലും എടാ നീ എന്തിനാ അവനെ എപ്പോഴും ഇട്ട് ഇങ്ങനെയൊക്കെ കളിയാക്കുന്നേ? ആരെയാ അത്? നികേഷിനെ? അതെന്താ അങ്ങനെ പറഞ്ഞേ? നികേഷ് പറയുമല്ലോ, നീ എപ്പോഴും ഓരോന്ന് പറഞ്ഞ് അവൻ കൊച്ചുകുട്ടിയെന്ന് പറഞ്ഞ് കളിയാക്കുമെന്ന് പറഞ്ഞ്. അവൻ കൊച്ചുകുട്ടിയാണല്ലോ എന്ന് സുധീഷ് പറയുന്നുണ്ട്. അപ്പോൾ നിധി പറയുന്നുണ്ട്, എന്നെ അതുപോലെ തന്നെയാണ്, ഒരുമാതിരിയുള്ള സംസാരം എനിക്കത് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോഴത്തേക്കും സുധീഷ് പറയുന്നുണ്ട്, അത് നിൻ്റെ അടുത്ത് ഇഷ്ടമുണ്ടല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടത് നിന്നെ കൊഞ്ചലൊന്നും എനിക്ക് കേൾക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട് നിധിയുടെ ഈ വാക്കുകൾ കേട്ടിട്ട് സുഭാഷ് പറയുന്നുണ്ട്, അത് ശരിയാ, ഈ വീട്ടിലാണെങ്കിൽ അവന് ഒത്തിരി സീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു ഇത്രയും നാൾ, ഒരു ഒരു ഉത്തരവാദിത്വമൊന്നും ഇല്ലാത്ത. പക്ഷെ നിധി വന്നേ പിന്നെ ഭയങ്കരപ്പെട്ട ഒരു സ്നേഹത്തിനോടുള്ള ഒരു ഇത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടത് സുഭാഷിൻ്റെ ഈ വാക്ക് കേട്ട് നികേഷ് പറയുന്നുണ്ട്, അത് ശരിയാ, കൊഞ്ചലൊക്കെ ഇത്തിരി കൂടിയിട്ടുണ്ട്, അത് ആരെ കണ്ടിട്ടാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. നിധി പറയുന്നു, എന്തായാലും ഇനി എന്നെ വെച്ച് നിങ്ങൾ കളിയാക്കിയെന്ന് വേണ്ട, ഞങ്ങൾ ഭാര്യ ഭർത്താവൊക്കെ ആണെങ്കിലും അത് എല്ലാവരുടെയും പോലീസിൻ്റെ മുമ്പിലാണ്, എന്നാലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ആരാന്ന്, പിന്നെ എന്തിനാ ഇനി എന്നെ വെച്ച് ഇങ്ങനെയൊക്കെ നിങ്ങൾ തന്നെ പറയുന്നതെന്ന് പറയുന്നുണ്ട്. മോളെ, അത് എത്രയായിരുന്നാലും നമുക്ക് നിൻ്റെ അടുത്ത് സ്നേഹം കൊണ്ടാ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നുണ്ട്. എന്തായാലും നീ ഈ വീട്ടിൽ തന്നെ ഈ മരുമോളായിട്ട് തന്നെ വരണമെന്നാണ് ഞങ്ങൾ ആഗ്രഹം എന്ന് പറയുന്നുണ്ട്. ഭാസ്കരൻ ഇത് കേട്ടിട്ട് പറയുന്നുണ്ട്, മോളെ നീ വന്നേ പിന്നെ ഇവിടെ ഇത്തിരി ഓളം വന്നത്, അല്ലെങ്കിൽ ഇവിടെ ഒരു വല്ലാത്ത അവസ്ഥയായിരുന്നു. എന്തായാലും എനിക്കും വളരെ സന്തോഷമായി, എൻ്റെ മോളാ നീ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഭാസ്കരനാണെങ്കിൽ പുറത്ത് പോയിട്ട് വന്നപ്പോഴത്തേക്ക് നിധിയെടുത്ത് 2-3 ബേക്കറി സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കഴിക്കാൻ. അതുമാത്രമല്ല ഒരു മഞ്ചൊക്കെ പ്രത്യേകം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഒരു അച്ഛൻ്റെ ഒരു ലാളന കിട്ടുന്ന ഒരു പ്രതീതിയാണ് നിധിക്കുണ്ടായത്. നിധി ഇത് കണ്ടിട്ട് പറയുക, എന്തായാലും എനിക്ക് എൻ്റെ അച്ഛനും ഇതുപോലെയായിരുന്നു, എന്തായാലും എനിക്ക് വലിയ ഗിഫ്റ്റൊക്കെ ഇടയ്ക്കിടയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് വരും. എനിക്കിത് ഈ കുഞ്ഞു ഗിഫ്റ്റിനായിരുന്നാലും ഈ കുഞ്ഞു സാധനമായിരുന്നാലും എനിക്കിതൊക്കെ വളരെ സന്തോഷം തരണതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടതും ഭാസ്കരനെ വളരെ സന്തോഷമാവുന്നുണ്ട്. എന്തായാലും എന്നെ അച്ഛന്ന് വിളിച്ചല്ലോ എന്നൊക്കെ തോന്നുന്നുണ്ട്. ഏത് അവസ്ഥയിലും എങ്ങനെയും തരണം ചെയ്ത് നിൽക്കാനുള്ള ഒരു കരുത്ത് മോക്കുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ഈ വീട്ടിൽ നിൽക്കുന്നത്. എല്ലാ കുട്ടികളും അങ്ങനെയല്ല, അവർ വളർന്ന സാഹചര്യം നോക്കുമ്പോഴത്തേക്കും ആ രീതിയിലാണ് പോകുന്നത്. പക്ഷേ മോളാണെങ്കിൽ അങ്ങനെയല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേട്ടത് സുഭാഷ് പറയുന്നുണ്ട്, ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഒരു കാര്യമുണ്ട്, നിധിയാണെങ്കിൽ ഈ പക്വതയുള്ള കുട്ടിയാണ്, അതുമാതിരിയുള്ള വിദ്യാഭ്യാസം ഉണ്ടല്ലോ, അതുകൊണ്ട് എവിടെയും ഇപ്പം ജോലി കിട്ടിയില്ലേ, ഇതൊക്കെ കൊണ്ട് നിൻ്റെ ഈ ഒരു സ്വഭാവം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടത് സുധീഷ് പറയുന്നു, എനിക്കാണ് നിങ്ങൾ ക്രെഡിറ്റ് തരല്ലേ, ആ വീട്ടിൽ നിന്ന് ചാടിക്കൊണ്ട് വന്നത് ഞാനല്ലേ, അതാ നീ ചാടിക്കൊണ്ട് വന്നെന്നോ, അതെന്താ അങ്ങനെ പറഞ്ഞേ എന്ന് നിധി ചോദിക്കുന്നത്. എന്തായാലും എൻ്റെ കൂടെ വന്ന് ഓടി വരാനും സ്റ്റേഷനിൽ പോകാനും കല്യാണം നടത്താനും ഇതൊക്കെ എൻ്റെ ഒരു കഴിവല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ഇതെല്ലാം മനഃപൂർവ്വം ചെയ്തതായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നിധി പറയുന്നുണ്ട്, എന്തായാലും എനിക്ക് ആ സമയത്ത് സൂര്യയുടെ കയ്യിൽ നിന്ന് എങ്ങനെയും രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു. അവൻ്റെ ആ ഒരു സംസാരവും അതുപോലെ തന്നെ കെട്ടിക്കൊണ്ട് ദൂരെ കൊണ്ടുപോയിട്ട് എന്നെ അവിടെ അടച്ചിടാനുള്ള ഒരു പദ്ധതിയായിരുന്നു, അതൊന്നും നടക്കാൻ പോണില്ല എന്ന് അവന് ഞാൻ മനസ്സിലാക്കി കൊടുത്തത് തന്നെയാണ്. എന്നാലും ഇനിയും എൻ്റെ ബാക്കിൽ നടക്കുക, ഞാൻ വീട്ടിൽ പോയിരുന്നാലും എന്നെ അയാൾക്ക് കെട്ടിക്കൊടുക്കും, അത് ഉറപ്പാണ്. അതുകൊണ്ട് മാത്രം ഞാൻ അങ്ങോട്ട് തിരിച്ചു പോവാത്തത് തന്നെ എന്ന് പറയുന്നുണ്ട്. അന്ന് ഞാൻ പോയപ്പം തന്നെ എനിക്കത് മനസ്സിലായതാ, എന്നെ വീണ്ടും അവിടത്തേക്ക് തളച്ചിട്ട് അയാൾക്ക് തന്നെ കെട്ടിച്ചു കൊടുക്കാൻ അത് വീട്ടുകാരുടെ ഉദ്ദേശം നടക്കില്ല. ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് എനിക്ക് സ്വന്തം കാലിൽ നിൽക്കണമെന്ന് തോന്നിയത് എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് നികേഷ് പറയുക, അതൊക്കെ ഒരു നിമിത്തം പോലെയാണ് ചേച്ചി ഇവിടെ വന്ന് പറ്റിയത്, അതുകൊണ്ടാണ് ഞങ്ങൾക്കൊരു ചേച്ചിയായതും അമ്മയായതും എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇന്ന് പുറത്തുള്ള ആ ഒരു യാത്ര ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട്. ഇനി നമുക്കൊരു കാര്യം ചെയ്യണം, ഇതുപോലെ വല്ലപ്പോഴും പുറത്തൊക്കെ പോയിട്ട് ഇനി ടൂറൊക്കെ പോകണം കേട്ടോ. സ്ഥലങ്ങളൊക്കെ കാണാൻ ഞങ്ങൾ ഇതുവരെയായിട്ടും ഇവിടെയും പോയിട്ടില്ല കുടുംബത്തോടെ. ഓരോരോ കോളേജിൽ ഓരോ കുട്ടികളൊക്കെ പോകുമ്പോഴത്തേക്കും ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട് എന്തായാലും നമ്മളെന്നാ ഇനി ഇതുപോലെയൊക്കെ പോകുന്നതെന്ന്. അപ്പം ഞാൻ വീട്ടിൽ സുഭാഷേട്ടൻ്റെ പറയും, കല്യാണം കഴിച്ചിട്ട് നീ പോകുന്നു, പക്ഷേ അതിനെക്കാട്ട് ഫാമിലിയായിട്ട് പോകുമ്പോഴത്തേക്കും ഒരു വല്ലാത്ത സുഖമല്ലേ. ഇന്ന് പുറത്ത് പോയത് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് നമുക്കിതുപോലെയൊക്കെ ഇടയ്ക്ക് പോകണം കേട്ടോ, അടുത്ത് സാലറി കിട്ടട്ടെ നമുക്ക് പോവാം എന്ന് നിധി പറയുന്നുണ്ട്.
അങ്ങനെ സുഭാഷ് പറയുന്നു, അവൾക്ക് കിട്ടുന്ന പൈസയൊക്കെ ഇതിൽ അടിച്ചു പൊളിച്ച് കളയണ്ട, അവൾ ആവശ്യത്തിന് വേണ്ടേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും സുഭാഷിയുടെ വീട്ടുകാരി നോക്കുന്നുണ്ടല്ലോ എന്ന് സുധീഷ് പറയുകയാണ്. ഇത് കേട്ടിട്ട് നികേഷ് പറയുന്നുണ്ട്, വീട്ടുകാര്യത്തിന് ചിലവിനും കൊടുക്കില്ല, വീട്ടുകാരുടെ ഒരു കാര്യം അന്വേഷിക്കുകയില്ല, എന്നാലാണെങ്കിലോ ഇവിടുത്തെ അധികാരം കാണിക്കുന്ന കണ്ടോ, നീയാണ് ചേട്ടനാന്ന്. ഇതൊന്ന് കേട്ടിട്ട് സുധീഷ് പറയുന്നത് കേട്ടിട്ട് നികേഷും പറയുന്നുണ്ട്, എന്തായാലും ഓരോന്നായിട്ട് വരുന്ന ഓരോ പദ്ധതിയെ എന്തായാലും നമുക്കത് തീരുമാനിച്ച് ഇനി അവനെ കൊണ്ട് പൈസ ചിലവാക്കിക്കണം എന്ന് സുഭാഷ് പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് പൈസ ചിലവാക്കിക്കാം, അവന് ജോലി കിട്ടിയിരുന്നാലും പണ്ടേ തരില്ലല്ലോ പൈസയൊന്നും കയ്യിൽ, ഇവിടെ വീട്ടിലെ സമയമാകുമ്പോൾ കഴിക്കാൻ വരിക അത്ര എന്നല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി അങ്ങനെയല്ല എന്ന് നിധി പറയുന്നുണ്ട്. ഇനി വീട്ടിലെ സുഭാഷിയുടെ മാത്രമല്ല അധ്വാനിച്ച് വീട്ടുകാര്യങ്ങളൊക്കെ നോക്കാൻ ഇനി എല്ലാവരും ഓരോ പങ്ക് കൊടുക്കണം. നിതേഷ് കൊടുക്കുന്നുണ്ടല്ലോ, അതുപോലെ തന്നെ സുധീഷും കൊടുക്കണം. അത് തന്നെ എൻ്റെ തീരുമാനം എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് ഭാസ്കരൻ പറയുക, എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുമോ നിങ്ങൾ? അച്ഛന് വേണ്ട, അച്ഛന് തോന്നുമ്പോൾ എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വരണമെങ്കിൽ വാങ്ങിച്ചുകൊണ്ട് വന്നാൽ മതി, അല്ലാതെ അച്ഛനെ ഒന്ന് പൈസ വാങ്ങുന്നത് ചോദിച്ചു വാങ്ങുന്നത് ശരിയല്ലല്ലോ എന്ന് നിധി പറയുന്നുണ്ട്. എല്ലാം കേട്ടിട്ട് സുഭാഷ് പറയുന്നുണ്ട്, എനിക്ക് ഇതൊക്കെ ചെയ്യാനാണ് ഇഷ്ടം, അതുകൊണ്ട് എനിക്കിങ്ങനെ ചോദിച്ച് വാങ്ങണമെന്ന് താല്പര്യമില്ല എന്ന് സുഭാഷ് പറയുന്നുണ്ട്. അങ്ങനെ നിധി പറയുക, എന്തായാലും ഇത് തന്നെയാണ് വളരെ തെറ്റ്, ആദ്യമേ ഇതൊക്കെ ചെയ്യിക്കേണ്ടതായിരുന്നു, അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, ഇനി ഈ വീട്ടിൽ അതിനൊരു മാറ്റം വരുത്തണം കേട്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഭാസ്കറിൻ്റെ അടുത്ത്. അതെ മോളെ, മോൾ പറഞ്ഞതാ ശരി എന്നൊക്കെ പറയുന്നുണ്ട് ഭാസ്കരൻ. ഈ ഭാസ്കറിൻ്റെ വാക്ക് കേട്ട് സുധീഷ് നോക്കുന്നുണ്ട് ഭാസ്കരനെ, ഇനി എന്തെങ്കിലും പറയുമോ എന്ന് ചോദിക്കാൻ വേണ്ടി. അപ്പോഴത്തേക്കും വീണ്ടും ഭാസ്കരൻ പറയുന്നുണ്ട്, നമുക്കൊരു കാര്യം ചെയ്യാം, മോളെ അച്ഛനെ നമുക്കൊന്ന് ഫോൺ വിളിക്കണം. എന്തിനാ എന്നെ വിളിക്കുന്നത്? അത് എനിക്കൊരു കാര്യം പറയണം. ഇനി എന്ത് കാര്യമാണ് പറയാൻ്റെ? ഇനിയാണെങ്കിൽ അവിടെ നിന്ന് നിൻ്റെ ചേട്ടത്തി ഫോൺ വിളിക്കുമല്ലോ, ഇനി വിളിക്കരുതെന്നൊക്കെ പറയണമെന്ന് പറയണം. അതെന്താ അങ്ങനെ പറഞ്ഞേ? എന്തെങ്കിലും പറയുമ്പോഴാണ് ഇവിടെ ചിലപ്പോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്, അത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അത് ചേട്ടത്തി ഇടയ്ക്ക് വിളിക്കാറുണ്ട്, അത് എൻ്റെ അന്വേഷണം, എൻ്റെ ഒരു വിവരങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയാണ് വിളിക്കുന്നത്, അതിന് ഞാനൊന്നും തിരിച്ചൊന്നും പറയാറുമില്ല. അവൾ കാരണമല്ലേ മോളെ സർട്ടിഫിക്കറ്റ് വരെ ഇല്ലാതാക്കിയത്, അതുകൊണ്ട് അവളെ ഇനി വിളിക്കേണ്ട കാര്യമില്ല, എന്തായാലും ആ വീട്ടിലെല്ലാവരും ഒരേ സ്വഭാവക്കാരാ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് നിധി പറയുക, എന്തായാലും വിളിച്ചോട്ടെ, എനിക്കതിൽ പരാതിയില്ല, ഇനി അങ്ങോട്ട് വരെയും വിളിക്കാതിരുന്നാൽ മതി. അന്നൊരിക്കൽ പോയത് തന്നെയാണ് എനിക്ക് വളരെ ബുദ്ധിമുട്ടായിട്ടാണ് തോന്നിയത്, സന്തോഷം കൊണ്ട് ആ വീട്ടിൽ പോയത്, പക്ഷേ വീണ്ടും അവൻ്റെ കാര്യം പറഞ്ഞത് കേട്ട് സൂര്യയുടെ എനിക്കാണെങ്കിൽ ഇറങ്ങിപ്പോകാനാണ് തോന്നിയത്, അതുകൊണ്ട് ഇനി ഞാൻ അങ്ങോട്ട് ഇരിക്കില്ല എന്ന് പറയുന്നുണ്ട്. സുധീഷ് പറയുക, ഇനി പോരുത്, പോയാൽ ഇനി ഞാൻ വരില്ല ബേക്കിൽ നിന്ന് എന്നൊക്കെ പറയുന്നുണ്ട്. നിന്നെ ആരാ ഞാൻ വിളിച്ചേ? നീ വരണ്ട, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് എന്ന് നിധി പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് നികേഷ് പറയുന്നു, എനിക്ക് മനസ്സിലായി രണ്ടുപേരുടെയും കളി, എന്തായാലും രണ്ടുപേരും ഞങ്ങളെ മുമ്പിൽ മാത്രമോ ഭയങ്കര ദേഷ്യം, എന്നാൽ മനസ്സിലൊക്കെ ഇഷ്ടമോ അല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ഇന്നലെ എനിക്കതൊക്കെ മനസ്സിലായതാ എന്ന് നികേഷ് പറയുന്ന കേട്ട് നിധി പറയുക, മനസ്സിലാവട്ടെ, ഞാൻ പോവാ എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി പോവുക. സുഭാഷിനെങ്കിൽ പറയുക, ഇനി അവളെ പറഞ്ഞ് കളിയാക്കി ഇനി വീട്ടിലേക്ക് ഇറങ്ങിപ്പോകാൻ വേണ്ടി അനുവദിക്കരുത് പ്ലീസ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട് നികേഷും സുധീഷും പറയുന്നുണ്ട്, അതെ നീ പറഞ്ഞത് ശരിയാ, എന്തായാലും നമ്മളിനി അങ്ങനെയൊന്നും ചെയ്യില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് ഭാസ്കരൻ പറയുന്നുണ്ട്, ഇനി എല്ലാവരും പോയി കിടന്ന് ഉറങ്ങിക്കോ, എന്തായാലും നാളെ നേരം വെളുത്തിട്ട് എനിക്കൊരു കാര്യമുണ്ട്. അതെന്താ കാര്യം? അപ്പുറത്തെ ചേട്ടനാണെങ്കിൽ വന്നിട്ടുണ്ട്, ഗംഗാധരനെ പറയുക വന്നിട്ടുണ്ട്, അയാളെ എനിക്കൊന്ന് കാണണം. എന്തിനാ? എന്നെ എല്ലാവരും മുമ്പിലിട്ട് നാണം കെടുത്തിയൊരു കാര്യമുണ്ട്, എന്തിനാ എൻ്റെ മരുമോള് പോയെന്ന് പറഞ്ഞ്, അതുകൊണ്ട് എനിക്ക് എൻ്റെ മരുമോളെയും കൊണ്ട് അവൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ കൂടെ നടന്നൊന്ന് പോകണം, അവനൊന്ന് കാണട്ടെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ എങ്കിൽ അത് ശരിയാണ്, നല്ല കാര്യം, നിധിയെടുത്ത് നാളെ തന്നെ പറയാം, നാളെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു പോയിട്ടൊക്കെ നിങ്ങൾ വരണം, പോയി ഒന്ന് കാണട്ടെ, എന്തെങ്കിലും പറയുകയാണെങ്കിലാണ് എൻ്റെ വായിലിരിക്കുന്ന അവൻ കേൾക്കാൻ പോകുന്നത് എന്നൊക്കെ ഭാസ്കരൻ പറയുന്നുണ്ട്. അങ്ങനെ സുഭാഷ് ആണെങ്കിൽ ഇതെല്ലാം കേട്ട് അകത്തേക്ക് കയറി പോവുക. എന്നിട്ടാണെങ്കിൽ നികേഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം, നാളെ അച്ഛൻ അവരുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുമെന്ന് പറഞ്ഞ്, എന്നാൽ സുനന്ദ അവിടെ വന്നിട്ടുണ്ട്, സുനന്ദ പോയോ എന്നൊന്നും അറിഞ്ഞുകൂടാ, നമുക്കൂടെ ഒന്ന് പോയാലോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇനി എന്തിനാ സുനന്ദയെ കാണാൻ നമ്മൾ പോകുന്നത്? എന്ത് വെച്ചാലും നിധി അച്ഛനും പോട്ടെ എന്ന് നികേഷ് പറഞ്ഞു. ഇത് കേട്ടോണ്ട് വന്നാൽ നിധി പറയൂ, എന്താ ഇവിടെ പറയുന്നത്? ഞാൻ കേട്ടില്ല. അല്ല, ഗംഗാധരനാണെങ്കിൽ അവിടെ പോയപ്പോഴത്തേക്കും എന്തോ പറഞ്ഞെന്ന് അച്ഛനടുത്ത് കവലയിൽ വെച്ച്,
അവരെ നാണം കെടുത്തണം എന്നൊരു ഉദ്ദേശം അച്ഛനുണ്ട്. എന്ന് വെച്ചാൽ അച്ഛനെ എന്തോ പറഞ്ഞെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് നിധിയെ കൊണ്ട് അവരെ വീട്ടിലെ മുന്നിൽ കൂടെ നടക്കണമെന്ന് അച്ഛൻ പറയുന്നത്. അതുകൊണ്ട് മോള് നാളെ കൂടെ പോകണം കേട്ടോ എന്ന് സുഭാഷ് പറയുന്നുണ്ട്. അതിനെന്താ, ഞാൻ അച്ഛനും കൂടെ നടന്നിട്ടൊക്കെ വരാമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അത് നാളെയല്ലേ, പോവാം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് നിധി അകത്തേക്ക് പോകുന്നുണ്ട്. സുഭാഷാണെങ്കിൽ ആ സമയം പറയുക, നാളെ നിധി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്ന് ഗംഗാധരൻ്റെ അടുത്ത് പറയുന്നു. ഇത് കേട്ട് പറഞ്ഞു, ഓ നിൻ്റെ വക്കാലത്തിന് നന്ദി, ഞാൻ പറയുമായിരുന്നല്ലോ, നീ എന്തിനാ പറയാൻ പോയത് എന്നൊക്കെ പറഞ്ഞു.